പ്രിയപ്പെട്ടവരെ, മനുഷ്യർ എന്ത് ചെയ്താലും അവിടെ വിമർശിക്കുവാൻ ആളുകളുണ്ടാകും. നല്ലത് ചെയ്താലും കുറ്റം, പോരായ്മയുള്ള കുറവുകളുള്ള കാര്യങ്ങൾ ചെയ്താലും കുറ്റം. എവിടെയും ആരോപണങ്ങൾ സൃഷ്ടിക്കുക. ഒരു പറച്ചിൽ നമുക്കറിയാമല്ലോ, പാമ്പ് ചാകുകയുമില്ല കോലൊടിയുമില്ല എന്ന. മനുഷ്യൻ ചെയ്യില്ല, ചെയ്യാൻ അനുവദിക്കുകയുമില്ല. ഇതാണ് സമൂഹത്തിൽ കാണുന്നത്. എന്തെങ്കിലും ആരെങ്കിലും സമൂഹത്തിന് വേണ്ടിയിട്ടോ സഭയ്ക്ക് വേണ്ടിയിട്ടോ ലോകത്തിന് വേണ്ടിയിട്ടോ ചെയ്താലും അവിടെയൊക്കെ കുറ്റാരോപണങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, മനുഷ്യന് പ്രോത്സാഹനം കിട്ടാതെ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുകയില്ല. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ മക്കളാണ്. ദൈവത്തിന്റെ സ്നേഹം ആവശ്യമാണ്. അതുകൂടാതെ മനുഷ്യനൊന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ സുവിശേഷവാണിയിൽ യേശു പറയുന്നു, സ്നാപയോഹന്നാൻ തപസ് പാലിക്കുന്നവനും സഹനങ്ങളും വേദനകളുമെല്ലാം ഏറ്റെടുക്കുന്നവനുമായിരുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, ഇവനെ പിശാച് ബാധിച്ചിരിക്കുന്നു. മനുഷ്യപുത്രൻ സ്നേഹിക്കുന്നവനും മറ്റവരോട് ഭക്ഷണം കഴിക്കുന്നവനും മറ്റവരോട് സഹകരിക്കുന്നവനുമായി വന്നു. അപ്പോൾ പറയുന്നു, ഇതാ ഭോജനപ്രിയനും മദ്യപനും ചുങ്കക്കാടി പാപിളി സ്നേഹിതനുമായ മനുഷ്യൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മനസ്സാക്ഷി അനുസരിച്ച് ചെയ്യുക. ഒരു വ്യക്തിയുടെ മനസ്സാക്ഷി ആ വ്യക്തിയെ വഞ്ചിക്കുകയില്ല. മനസ്സാക്ഷിയാണ് ഏറ്റവും വലിയ മാനദണ്ഡം. ഏതൊരു വ്യക്തി നന്മ ചെയ്താൽ ആ വ്യക്തിയുടെ മനസ്സാക്ഷി പറയും നല്ലതായിരുന്നു, ആ കുഴപ്പമില്ല, അതേപോലെ ചെയ്തോ, ദൈവം താങ്കളുടെ കൂടെയുണ്ടാകും എന്ന് പറഞ്ഞിരുന്ന മനസ്സാക്ഷി ക്രൈസ്തവ വിശ്വാസികളിൽ മാത്രമല്ല മറ്റ് വിശ്വാസികളുടെയും ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ മനസ്സാക്ഷി, അതായത് കോൺഷ്യൻസ് മനസ്സാക്ഷി, അതാണ് നന്മതിന്മകള് നമുക്ക് വേദനിച്ചു തരുന്ന മാനദണ്ഡം. ആ മനസ്സാക്ഷി അനുസരിച്ച് ജീവിക്കുക. ബാക്കിയെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ചെയ്യാവുന്നതിന് പരമാവധി ചെയ്ത ആത്മാർത്ഥതയോട് ചെയ്ത ദൈവമേ, എനിക്ക് ഇത്രേ ചെയ്യുവാൻ സാധിച്ചുള്ളൂ, ബാക്കി ഞാൻ ചെയ്യാൻ പരിശ്രമിക്കാം, അവസരം കിട്ടുമ്പോൾ ഞാൻ ചെയ്തുകൊള്ളാം എന്ന് പറഞ്ഞ് നല്ലവനാ ദൈവത്തെ സ്നേഹിക്കുക. നമുക്കറിയാമല്ലോ, എല്ലാ കൽപ്പനകളുടെയും സാരാംശം നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുക എന്നതാണ് കൽപ്പനകളുടെ ആദ്യത്തെ സാരാംശം. രണ്ടാമത്തത്, നിങ്ങളെ തന്നെ സ്നേഹിക്കുന്നത് പോലെ നിങ്ങൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. അപ്പൊ ദൈവസ്നേഹവും പരസ്നേഹവും ഇതാണ് എല്ലാ കൽപ്പനകളുടെയും സാരാംശം.
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ദൈവത്തെ സ്നേഹിക്കുവാനും അതോടൊപ്പം മനുഷ്യരെ സ്നേഹിക്കുവാനുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ മനോഭാവം മനസ്സിൽ വെച്ചുകൊണ്ട് നാം നമ്മുടെ ജീവിതം നയിക്കാം. ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കാം.